ഈ പ്രവാസ ജീവിതത്തിന് മുമ്പും വാഹനങ്ങൾ അന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ ടാറ്റ സീറ, ടാറ്റ എസ്റ്റേറ്റ്, അതുപോലെ ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന കൊറോളകൾ, ഇതൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ ഇവിടുത്തെ ലക്ഷറി വാഹനങ്ങൾ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ലാൻസർ വരെ അന്നൊരു ഇറങ്ങിയ ഒരു സമയത്താണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ നമ്മൾ സൗദി ചെല്ലുമ്പോഴാണ് ഇതൊന്നും അല്ലാത്ത ഒരുപാട് ലക്ഷറി കാറുകളെ കാണുന്നത്. നിർഭാഗ്യവശാൽ അവിടെ എനിക്ക് കാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലായിരുന്നു അങ്ങനെ. പക്ഷേ ഈ കാറിനോടുള്ള ഇഷ്ടം, നമ്മൾ ഓരോ കാറുകളെയും ശ്രദ്ധിക്കും, വീക്ഷിക്കും, അതിൻ്റെ അപ്ഡേഷൻസ് നോക്കും. അങ്ങനെ തിരിച്ച് എനിക്ക് അവിടുന്ന് പോരേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ നാട്ടിൽ വന്ന് ഞാൻ തിരിച്ച് ഇതിനെ ഒരു പാഷൻ, ഒരു ബിസിനസ് ആക്കാമെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ആക്ച്വലി റോയൽ ഡ്രൈവ്. അന്ന് റോയൽ ഡ്രൈവ് ഒന്നുമില്ല, ഒരു കാർ എടുത്ത് ഓടിക്കുക എന്നുള്ളതാണ്. വിൽക്കുക എന്നുള്ളതിനേക്കാൾ അത് ഓടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് പുറത്ത് പോയതുകൊണ്ട് ഭാഷ കയ്യിലുണ്ടായിരുന്നു, ഹിന്ദി നല്ല ഫ്ലുവൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ മുംബൈ പോയി അവിടുന്ന് വണ്ടികൾ കൊണ്ടുവന്നു. അതാണ് എൻ്റെ ഒരു കരിയർ. അതെ അതെ. അപ്പോൾ ഞാൻ ആസ്വദിച്ചിരുന്ന അന്ന് ഈ മുംബൈയിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള യാത്രകളായിരുന്നു. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരും, ഇവിടെ കൊണ്ടുവന്ന് റീഫർബൊക്കെ ചെയ്തത് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ 1, 2 എന്നുള്ളത് ഇങ്ങനെ പടിപടിയായിട്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിനൊരു ബിസിനസ് മോഡലാക്കണം എന്നുള്ളൊരു ചിന്തയും വന്നു. അത് ഈ 2007 പ്രയത്നത്തിന് അതിനൊരു ഇത് കണ്ടത്, അല്ലെങ്കിൽ അതിന് ഫലം കണ്ടത് 2016 ഏകദേശം ഈ പറഞ്ഞ ഒരു 10-11 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിന് യാഥാർത്ഥ്യത്തിലോട്ട്, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹത്തെ ഒരു ആദ്യമായിട്ടൊരു ഷോറൂം എന്ന കൺസെപ്റ്റിലോട്ട് എത്തിക്കാൻ കഴിഞ്ഞത്. ആ ഷോറൂം എവിടെയാണ് ആദ്യം തുടങ്ങുന്നത്? മലപ്പുറത്താണ് സ്റ്റാർട്ട്. മലപ്പുറത്ത് ഷോറൂം തുടങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു മലപ്പുറത്ത് ഒരു ഷോറൂം തുടങ്ങുകയാണ് അല്ലേ, നിങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്. അത് സക്സസ് ആകുമെന്ന് വിചാരിച്ചാണ് തുടങ്ങുന്നത്? ഇനി എന്ത് വന്നാലും വേണ്ടില്ല, എൻ്റെ ആഗ്രഹമാണ്, അത് ഞാൻ ഫലം കാണിക്കാം എന്നുള്ളൊരു ചലഞ്ചും കൂടെ ആയിരുന്നു ഇതിൽ? ഇപ്പോൾ ഈ പറഞ്ഞ 11 വർഷം എന്നുള്ളത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ പ്രവാസികളായ പലർക്കും സംഭവിക്കുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ വരും, എന്തെങ്കിലും ഒരു ബിസിനസ്സിലോട്ട് തലയിടും, 1 വർഷം 2 വർഷം കഴിയുമ്പോൾ റിട്ടേൺ പോകും. കാരണം അവിടുത്തെ കംഫേർട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഞാൻ ഇതിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കണം എന്ന് ഉള്ള യാത്രയിൽ എനിക്ക് 11 വർഷം കൊണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാ മേഖലയും ടച്ച് ചെയ്തു. അതാണ് എനിക്കതിൽ കിട്ടിയ അനുഭവം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇന്നിവിടെ ചുമരിൽ കാണുന്ന വിഷനൊക്കെ 14 എഴുതി വെച്ചിട്ടുണ്ട്. 2031 ഞങ്ങളുടെ ഗോളൊക്കെ റോയൽ ഡ്രൈവ് തുടങ്ങുന്നതിന് മുമ്പ് എഴുതി വെക്കുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങോടെ തന്നെയാണ്. അതുമാത്രമല്ല, ഞങ്ങളുടെ അന്ന് മൊബൈൽ ആപ്പ്, വെബ്സൈറ്റ്, ഈവൻ ERPക്ക് വേണ്ടി അന്ന് എൻ്റെ കൂടെ ഒരു സ്റ്റാഫുണ്ട്, അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. ഉദാഹരണം പറയാം. അപ്പോൾ നമുക്കൊരു ലോങ് വിഷൻ ഉണ്ടായതുകൊണ്ടാണ് ഒരു തുടങ്ങാത്ത, അല്ലെങ്കിൽ എത്തിപ്പെടാത്തൊരു കമ്പനി, എവിടെ ആവാത്ത, പേരില്ലാത്തൊരു കമ്പനിക്ക് വേണ്ടിയിട്ടൊരു ERP ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വന്നത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ വിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിഷനിൽ വർക്ക് ചെയ്താൽ ദൈവം നമ്മളവിടെ എത്തിക്കുമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിലും. നമ്മൾ അധ്വാനിച്ചാൽ നമ്മുടെ കൂടെ ദൈവം പാതി എന്നാണ് പറയുന്നത്. ആ രീതിക്ക് ഇന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഈ പ്രവാസി ജീവിതം കഴിഞ്ഞിട്ട് ബോംബെയിൽ നിന്ന് വണ്ടി എടുത്ത് വിൽക്കുന്നു അല്ലേ, അത് നമുക്ക് ഇഷ്ടമുള്ള വണ്ടികൾ എടുക്കും, പിന്നെ അതിൻ്റെ NOC ശരിയാക്കണം, കുറേ കടമകളുണ്ടെന്ന് വിൽക്കണമെങ്കിൽ അതൊക്കെ ഏതൊക്കെ രീതിക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് എല്ലാം പഠിച്ചു. തീർച്ചയായും ഒരു RTO ഓഫീസിൽ ചെയ്യുന്ന ജോലി വരെ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. എന്നാലേ ശരിയാക്കാൻ പറ്റുള്ളൂ. അത്രയും ഡീപ്പായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് പഠിക്കേണ്ടി വരും. ഒരു NOC എടുക്കുമ്പോഴുള്ള എന്താണ് വേണ്ടത്, അത് കഴിഞ്ഞ് അതിന് ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഇപ്പോഴും സ്റ്റാഫിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഡീപ്പായിട്ട് നമുക്ക് പഠിച്ചു വെച്ചു. വിദ്യാഭ്യാസം എങ്ങനെയാണ്? വിദ്യാഭ്യാസം അന്ന് ഞാൻ സൗദി പോകുന്നതിന് മുമ്പ്, സാധാരണ ഒരു മലയാളി ഇതിൽ ഒരു +2 കഴിഞ്ഞിട്ടാണ് ഞാൻ സൗദി പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡിഗ്രി എഴുതിയെടുത്തു. ഇപ്പം ഞാൻ UK MBA ചെയ്തു. ഇപ്പം MBA ചെയ്ത് ലാസ്റ്റ് 3 ഇയർ ബിഫോറാണ്. അപ്പം വിദ്യാഭ്യാസം അതിനോടൊപ്പം തന്നെ കൊണ്ടുവരുന്നുള്ളതാണ്. ഓരോന്നിനും ഓരോ ഇഷ്ടം വരുമല്ലോ, ആ ഇഷ്ടം അതിനെ സക്സസ് ആക്കലാണ്, അല്ലെങ്കിൽ ആ നമ്മുടെ പാഷനെ ബിസിനസ് ആക്കിയാൽ സക്സസ് നമ്മൾ പുറകെ വരും എന്നുള്ള ഒരു നോളജ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ കുറേ ചിന്തിച്ചു. ആക്ച്വലി ഞാൻ സൗദിയിൽ മൊബൈൽ ബിസിനസ്സായിരുന്നു ഇത്. ഞാൻ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് ചെയ്താണ്, റിപ്പയർ ചെയ്യാൻ എനിക്കറിയാം. അപ്പോൾ ഇതിൽ നിന്ന്, പക്ഷെ ആ ജോലിയേക്കാൾ എനിക്ക് ഹാപ്പിനെസ് തരുന്നത് വണ്ടി ഓടിക്കുന്നതിലും വണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ പാഷനെ ബിസിനസ് ആക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇതിലോട്ട് കയറി വന്നത്. അല്ലാതെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ
കുടുംബത്തിൻ്റെ ഒരു എന്താ പറയുക പ്രഷറോ സപ്പോർട്ടോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ന്യൂട്രലായിരുന്നു. പല സ്വപ്നങ്ങളാണ് ആളുകൾക്കുള്ളത് അല്ലെ. സ്വപ്നങ്ങൾ ഫലം കാണുന്നത് വളരെ ചുരുക്കം ആളുകൾ. നമുക്ക് സ്വപ്നം കാണാൻ സ്വാതന്ത്ര്യമുണ്ട്. താങ്കളുടെ സ്വപ്നം പൂർണ്ണമായിട്ടും ഫലം കണ്ടു എന്നിപ്പോൾ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ സ്വപ്നം യഥാർത്ഥത്തിലുള്ള സ്വപ്നത്തിലോട്ട് എത്തുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഓരോ മൈൽ സ്റ്റോണുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2021 നമ്മൾ എത്ര ടേൺ ഓവർ ചെയ്യണം നമ്മൾ നിശ്ചയിച്ചിരുന്നു. അതിൻ്റെ ഒരു 80-85%. ഞാൻ പറഞ്ഞു റോയൽ ഡ്രൈവ് എന്ന പേരില്ലാത്ത കാലത്ത് നമ്മൾ 2021 സെറ്റ് ചെയ്ത ടേൺ ഓവർ, അതായത് ഞാൻ തുറന്ന് പറയാം, ഒരു 100 കോടിയുടെ ബിസിനസ് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മൾ അന്നത്തെ പ്ലാൻ. അത് 2021 നമുക്കിവിടെ കൊറോണ, നിപ്പ, വെള്ളപ്പൊക്കം ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധിയിലൂടെ പോയിട്ടും ടേൺ ഓവറുള്ള ഒരു കമ്പനിയായിട്ട് മാറാം. അതായത് ഒരു നമ്മൾ സ്വപ്നം കണ്ടതിൻ്റെ ഒരു 80% അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്.